ഹായ് ഓൾ, എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഓണാഘോഷമൊക്കെ എവിടം വരെ എത്തി? ഓണത്തിന് ഇനി ഒരു 15 ദിവസം കൂടെ ഉണ്ടല്ലേ, ഓൾമോസ്റ്റ് നമ്മളിപ്പോ 31st. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻ അഡ്വാൻസ് ഹാപ്പി ഓണം ആദ്യമേ തന്നെ നേരുവാണ്. നമ്മുടെ ഫ്ലോറൻസൈഡ് ഇതിൽ വന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു. പ്രീ ബുക്കിംഗിന്റെ ഐറ്റംസ് എല്ലാം ബാക്കി റെഡി ടു ഡിസ്പാച്ചിന്റെ നമ്മളിങ്ങനെ ഒന്നും ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല, എല്ലാം വരുന്നതേ തന്നെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ പ്രോഡക്ട്സ് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കമന്റ്സ് ആയിട്ടോ റിവ്യൂസ് ആയിട്ടോ ഒക്കെ ഞങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് ആയിട്ടോ കമന്റ് ആയിട്ടോ ഒക്കെ നമുക്ക് അയച്ചു തരാവുന്നതാണ്. നമ്മളിപ്പോ നമ്മുടെ ഹാപ്പി കസ്റ്റമേഴ്സിലേക്ക് നമ്മളിപ്പോൾ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ എന്താ പറയുക ഹാപ്പി കസ്റ്റമർ ആയാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും എല്ലാ ഹാപ്പി കസ്റ്റമേഴ്സും കൊണ്ടാണ് ഫ്ലോറൻസ് ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിയേക്കുന്നത്. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനും അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. കുറച്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ നമുക്ക് കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു റെഡി ടു വെയർ സാരിയുടെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യത്തേക്കും നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾ 2-3 പ്രാവശ്യം നമ്മളത് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം അത് പല വണ്ണം ഉള്ളവർക്ക് അതിനകത്തൊരു ഡിഫിക്കൽട്ടി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫെയിൽ ആയതുകൊണ്ട് ഈ ഓണം നമ്മൾ അതങ്ങ് വിട്ടു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. നമ്മുടെ ഷോപ്പിന്റെ തിരുവമ്പാടിയിലെ നമ്മുടെ ഫ്ലോറൻസൈഡ് ഷോപ്പിന്റെ നമ്മൾ എക്സ്പാൻഷനും നമ്മൾ കുറച്ച് റിനോവേഷനും എല്ലാം കൂടെ നടക്കുവാണ്. അപ്പൊ കാരണം നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാം, നിങ്ങൾ ഈ ഓൺലൈനൊക്കെ കണ്ടിട്ട് വരുമ്പോൾ ഷോപ്പിന്റെ വലിപ്പം കുറച്ച് ചെറുതായിരുന്നല്ലേ. അപ്പൊ ഒത്തിരി അധികമായിട്ടുള്ള കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു കൺജഷൻ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ ഷോപ്പിന്റെ എക്സ്പാൻഷൻ നടക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനി വല്ല പഴയ സ്റ്റോക്കും ക്ലിയർ ചെയ്യുന്നതാണെന്ന്. നമുക്ക് ഫ്ലോറൻസിൽ അങ്ങനെ നമുക്കൊരു ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയത് വരുന്നതിനനുസരിച്ച് നമ്മൾ എപ്പോഴും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലുണ്ട്. അതിനകത്ത് എന്താ പറയുക, എനിക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റും. നമ്മുടെ മെറ്റീരിയൽസിന്റെ ആണെങ്കിൽ ഇപ്പം മെറ്റീരിയൽസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് കുർത്തീസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ തന്നെ നമുക്ക് ഇത്രയും കുർത്തീസിന്റെ കളക്ഷൻ ഉള്ള ഒരു ഷോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് കോഴിക്കോട് ടൗണിൽ നിന്ന് അത്രയും ഒരുപാട് വലിയ ഷോപ്പുകൾ ഉള്ളിടത്തുനിന്ന് ടൗണിലെ കസ്റ്റമേഴ്സ് നമ്മുടെ ചെറിയ തിരുവമ്പാടിയിലേക്ക് നമുക്ക് വരുന്നുണ്ട്. കാരണം നമ്മുടെ കുർത്തീസ് ഒരുപാട് ഇഷ്ടമുള്ളതുണ്ട്. അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഈ ചെറിയൊരു ഷോപ്പ് തപ്പിയിട്ട് ഇത്രയും കുർത്തീസ് തപ്പി ആൾക്കാർ വരിക എന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് ബേസിലായിരിക്കും. ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മോഡൽ എടുത്തിട്ട് അതിന്റെ തന്നെ എല്ലാ സൈസുകൾ കാണിച്ചിട്ടായിരുന്നു. നമുക്ക് ഇതെന്ന് പറയുമ്പോൾ എല്ലാം 1-2 പീസുകളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഷോപ്പിലെ കളക്ഷൻ ആണല്ലോ. അപ്പൊ ഇത് നമ്മൾ അങ്ങനെയായിരിക്കും, പല ഐറ്റംസ് ആയിരിക്കും. അതിന്റെ ഇപ്പൊ മൺഡേ ഇപ്പൊ ആണെങ്കിൽ നമ്മൾ മോർണിംഗ് ആണെങ്കിൽ ലാർജ് സൈസ്, ഇനിയിപ്പോ ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേന് എക്സൽ സൈസ്. അപ്പൊ മൺഡേ നമ്മളൊരു ബാക്ക് ഡേയിൽ തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ തന്നെ നമ്മളിപ്പം ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. നാളെ ഇത്ര മണിക്ക് വരുന്നത് എക്സൽ സൈസിന്റെ സെയിൽ വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ XXL ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ തരുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കുറെ കസ്റ്റമേഴ്സിന്റെ പരാതിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ചെയ്യുന്ന ടൈമിങ്ങിന്റെ കാര്യം. അപ്പൊ നമ്മൾ കുറെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പേരുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും കാണുന്നത് ഒരു ഉച്ചയ്ക്ക് മുന്നേ ഉള്ളൊരു ടൈമിൽ, അല്ലെ അവർക്കൊന്ന് വൈകുന്നേരം ഓഫീസിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഇതെല്ലാം കൂടെ കാണണം. അപ്പൊ നമ്മൾ ചിലപ്പോഴേക്കും ഒരു ഈവനിങ്ങിലല്ലേ നൈറ്റ് ഒരു 7:30-8 PM ഒക്കെയാണ് ചിലപ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇവരിത് കണ്ടുവരുമ്പോഴത്തേക്കിനൊക്കെ ചിലപ്പോൾ പിറ്റേ ദിവസം മോർണിംഗും ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഡിലേ ആയി പോകാറുണ്ടായിരുന്നു. ഐറ്റംസ് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതിനിപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ, അതായത് പല ടൈമിൽ ഒരു ½ an hourന്റെ ഒക്കെ ഡിഫറൻസുകൾ വെച്ചിട്ട് നമ്മൾ ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഒരു 12 o'clock മുന്നേ, അതായത് 12 PM മുന്നേ, ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് മുന്നേ നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ ഒരു 6 വീഡിയോ 7 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ വാട്സാപ്പുകാർക്കും ഒക്കെ നമുക്ക് മെസ്സേജ് അയക്കാനും ഒക്കെ ടൈമും കാര്യങ്ങളും ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം എല്ലാവരും വെബ്സൈറ്റിൽ കൂടെ തന്നെ പർച്ചേസ് ചെയ്യുക. സെയിൽ വീഡിയോസ് മാത്രമായിരിക്കും നമ്മളിനി വാട്സാപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. വാട്സാപ്പിന്റെ പുതിയൊരു നമ്പറിലേക്ക് നമ്മൾ മാറുക കേട്ടോ. അപ്പൊ അതിന്റെ നമ്പർ നമ്മൾ ഇതിന്റെ താഴേക്ക് നമ്മൾ കൊടുത്തേക്കാം. അപ്പൊ മാക്സിമം എല്ലാവരും തന്നെ വെബ്സൈറ്റിൽ കൂടെ തന്നെ പർച്ചേസ് ചെയ്യുക. ഇപ്പൊ ഈ വാട്സാപ്പിന്റെ ഈ സിംഗിൾ നമ്പർ ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് 3 നമ്പറിലേക്കായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ പല നമ്പറിലായിട്ട് പല സ്റ്റാഫുകൾ ഒരു ടീമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ട്രാക്കിങ്ങും കാര്യങ്ങളും പേയ്മെന്റ് വരുന്ന കാര്യങ്ങളും ക്രോസ് ചെക്കിങ്ങും എല്ലാം ഇത്രയും ഓർഡേഴ്സും കാര്യങ്ങളും വരുന്നതല്ലേ. അപ്പൊ എല്ലാം ചെക്ക് ചെയ്തിട്ട് പോകാനായിട്ടൊക്കെ നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു പല നമ്പറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മെസ്സേജസ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇന്ററാക്ട് വാട്സാപ്പിന്റെ ഒരു പുതിയൊരു ഇതാണ്, ഇന്ററാക്റ്റിലേക്ക് നമ്മൾ മാറുവാണ്. അപ്പൊ ഒരു സിംഗിൾ നമ്പർ എല്ലാ സ്റ്റാഫും അതിലേക്ക് തന്നെയായിരിക്കും മാറുന്നത്. അപ്പൊ അതേപോലെ തന്നെ അതിനകത്തും അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഡിലേ ഉണ്ടാവും. 3 to 5 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും വാട്സാപ്പിന്റെ പ്രൊഡക്ട്സ്, മീൻസ് നിങ്ങൾ വാട്സാപ്പിൽ കൂടെയാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തെങ്കിൽ ഐറ്റം ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ വെബ്സൈറ്റിലേക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് സിങ്ക്ഡ് ആണ്. അതായത് DTDCയും നമ്മുടെ പോസ്റ്റിലും എല്ലാം അതുമായിട്ട് സിങ്ക് അയക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ
കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്ക് അറിയാം, അതായത് എക്സ്പ്രസ് ഡെലിവറിയാണ് DTDC ഒക്കെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വിത്തിൻ 2 days തന്നെ ഇൻസൈഡ് കേരള നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും തന്നെ മാക്സിമം വെബ്സൈറ്റിനകത്തേക്ക് തന്നെ മാറുക. ഭയങ്കര ഈസിയാണ് നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത്രയും നാളായിട്ടും വെബ്സൈറ്റിൽ കൂടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് അറിയത്തില്ലാത്ത കുറെ കസ്റ്റമേഴ്സ് നമുക്ക് ഇതിലേക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതുണ്ടല്ലോ ഭയങ്കര ഈസിയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു നെക്സ്റ്റ് വീക്കോ എന്തെങ്കിലും ആയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഇതിന്റെ ചെയ്ത് കാണിക്കാം. മീൻസ് നിങ്ങൾക്ക് ഒരു ഡെമോ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക്, കാരണം നമുക്ക് ഇവിടെ കുറെ കംപ്ലൈന്റ്സ് വരുന്നുണ്ട്, എല്ലാം വെബ്സൈറ്റിൽ തന്നെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. വാട്സാപ്പിൽ ചോദിച്ചു വന്നപ്പോഴത്തേക്കിനും മെസ്സേജസ് പെൻഡിങ് ആയിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഐറ്റം സോൾഡ് ഔട്ട് ആയെന്നുള്ള. ശരിക്കും നമ്മൾ ഒത്തിരി നല്ല ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ടെന്നേ. എനിക്കറിയത്തില്ല, ഞാൻ പലപ്പോഴും എനിക്ക് ഇവിടെ ഈ ഒരു ഏരിയ വെച്ചിട്ട് എനിക്ക് ക്വാണ്ടിറ്റി ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അത്രയും ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഐറ്റംസ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന. ഇനിയിപ്പോൾ നമ്മൾ കുറെ കൂടെ നമ്മുടെ യൂണിറ്റിലേക്ക് നമ്മൾ എക്സ്പാൻഷൻ ഇതിലേക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഒക്കെ വീണ്ടും കുറച്ചും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആർക്കും പ്രശ്നം വരത്തില്ല. നമുക്കിപ്പോൾ അറിയാം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ മാക്സിമം അതിലേക്ക് ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഓണം സീസണോടനുബന്ധിച്ചിട്ട് വെബ്സൈറ്റിനകത്ത് നമ്മൾ ഈ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും, സാരിയും കുർത്തിയും നമ്മുടെ ധാവണി സെറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കേർട്ടും ടോപ്പും കുറേ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം റെഡി ടു ഡിസ്പാച്ചിലേക്കായിരിക്കും. അതെല്ലാം കൂടെ നമ്മൾ ഓണം കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിന്റെ ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സജഷൻസോ എന്തെങ്കിലും ഫീഡ്ബാക്കോ ഒക്കെ നമ്മളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്.